മിക്ക ദിവസങ്ങളിൽ നടക്കാൻ ഞാൻ സരോവരത്താണ് പോകുന്നത്. ഇന്നിപ്പം ഈ ഒരു ടൈമിൽ എനിക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. അത് നിങ്ങളെ അറിയിക്കണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ സരോവരത്ത് നടന്ന് ഒരു പകുതി കഴിഞ്ഞ സമയത്ത് എനിക്ക് വല്ലാണ്ട് മൂത്രം വയ്ക്കാൻ മുട്ടി. യൂറിൻ പാസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാച്ച്മാനോട് ചോദിച്ചു എവിടെയാണെന്നുള്ളത്. വാച്ച്മാൻ എനിക്ക് കാണിച്ചു തന്ന് ഞാൻ ആ ടോയ്ലറ്റിലേക്ക്, ലേഡീസിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. കയറി ഉടനെ തന്നെ ഞാൻ നന്നായിട്ട് ഛർദ്ദിക്കുക ചെയ്ത് ഒമിറ്റ് ചെയ്തത്. കാരണം അവിടെ പോയി ഉപയോഗിച്ച് ഫ്ലഷ് അടിക്കാതെ പോയിക്കുക. ഞാൻ രാവിലാണ് പോയത്. അപ്പോൾ തലേന്ന് ആരോ പരിപാടി ഒപ്പിച്ച് പോയതാ തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ആ ചേച്ചിനോട് വന്നപ്പോൾ ചേച്ചി അവിടെ പോകാൻ പറ്റുന്നില്ല പറഞ്ഞ് ഞാൻ ഫുള്ള് ഛർദ്ദിച്ചു. രാവിലെ വെള്ളമാണ് കുടിച്ചത്, ആ വെള്ളം മൊത്തം ഛർദ്ദിച്ചു. അപ്പോൾ ചേച്ചി പറയും എന്ത് ചെയ്യാനാ മോളെ, എന്നും തന്നെ അവിടെ പരിപാടി ഇങ്ങനെ തന്നെയാണ്, ഒന്ന് ഫ്ലഷ് പോലും അടിക്കാതെ ഇങ്ങനെ ചെയ്തു പോകുക. നമ്മളും മനുഷ്യന്മാരല്ലേ, ഞങ്ങൾ ക്ലീൻ ആക്കുന്നത്, ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ക്ലീൻ ആക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് അനുഭവിക്കുന്ന ഒരാളാണ്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഈ ചെയ്യുന്നത്, ഒന്ന് മനസ്സിലാക്കണം ഇവരൊക്കെയെന്ന്. അപ്പോൾ ഈ വൃത്തിയാക്കാൻ വരുന്ന ആൾക്കാർ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോയിട്ട് പരിപാടി ഒപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫ്ലഷ് കേടാണെങ്കിൽ അവിടെ വെള്ളമുണ്ട്, വെള്ളം എടുത്ത് ഒഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോകരുത്. അത്രയും വൃത്തികെട്ട രീതിയിൽ ടോയ്ലറ്റ് ആക്കരുത്. ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളൊരു സാധനം പൊതു ശൗചാലയമാണ്. അപ്പം നമ്മൾ ഓരോരുത്തർ നമ്മൾ നന്നായാൽ നമ്മളെ നാട് നന്നാവും. സത്യമാണ് ആ പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് പോകുന്ന സമയത്ത് സ്വന്തം ശരീരം വൃത്തിയാക്കുന്ന മാതിരി സ്വന്തം ശരീരത്തിൽ നിന്ന് പോകുന്ന സാധനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആ ക്ലീനാക്കുന്ന ചേച്ചിയും ഒരു സ്ത്രീയാണ്, ഒരു മനുഷ്യനാണ്, ഒരു പരിഗണന കൊടുക്കണം. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക.